ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുന്നു. ബഹ്റൈനിൽ ജനവാസ മേഖലയെയും സൗദിയിൽ പ്രിൻസ് സുൽത്താൻ എയർബേസിനെ ലക്ഷ്യമിട്ടുമാണ് ആക്രമണമുണ്ടായത്. UAE, കുവൈറ്റ് എന്നിവിടങ്ങളിലും ഇറാൻ ആക്രമണം നടത്തി. ആക്രമണങ്ങളെ ചെറുത്തെന്ന് ഈ രാജ്യങ്ങൾ വ്യക്തമാക്കി. ഈ മാസം 9 മുതൽ 18 വരെ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കേണ്ട SSLC പരീക്ഷകളും 19 വരെ നടത്തേണ്ട ഹയർ സെക്കൻഡറി പരീക്ഷകളും മാറ്റിവെച്ചു. ബഹ്റൈനിലെ 2 ഹോട്ടലുകളും ഒരു റെസിഡൻഷ്യൽ കെട്ടിടവും ഇറാൻ ലക്ഷ്യമിട്ടതായാണ് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. പുലർച്ചെയായിരുന്നു ആക്രമണം. കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായെങ്കിലും ആളപായമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ആളുകളോട് ഏറ്റവും അടുത്ത സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. സൗദിയിലും പുലർച്ചെ ഇറാൻ കാര്യമായ ആക്രമണത്തിന് ശ്രമിച്ചു. പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിലേക്ക് ഇറാൻ തൊടുത്ത 3 ബാലിസ്റ്റിക് മിസൈലുകൾ തടുത്തതായി സൗദി അറേബ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കിഴക്കൻ പ്രവിശ്യയിലും ആക്രമണമുണ്ടായി. കുവൈറ്റിൽ രാവിലെ തുടർച്ചയായി ആക്രമണമുണ്ടായതായും വിജയകരമായി പ്രതിരോധിച്ചതായും ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇന്നലെ രാത്രി അബുദാബിയിലും ആക്രമണമുണ്ടായിരുന്നു. ഇതിനിടെ ഇത്തിഹാദ് എയർവേസ് ഭാഗികമായി അബുദാബിയിൽ നിന്ന് റെഗുലർ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒമാനിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായി. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.